ഇന്ന് സൺഡേ ആയിട്ട് 2 കപ്പ ബിരിയാണി കിട്ടി കേട്ടോ. 2 മക്കൾ കൂടി കൊടുത്തു. അവർ രണ്ടുപേരും ഇത്തിരി കഴിച്ചിട്ട് ബാക്കി വെച്ചേക്കുകയാണ്. എപ്പോഴും അവർ ബാക്കിയൊക്കെ വെക്കുമ്പം അമ്മമാരായി നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ എൻ്റെ കുഞ്ഞടുക്കളയിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ ഇന്ന് പക്ഷേ ഞാൻ വീട്ടിൽ നമുക്ക് മീൻ വറക്കാൻ വെച്ചേക്കുന്നതേ ഉള്ളൂ. നമ്മുടെ മീൻകറിയും ഒരു അവിയലും, തട്ടിക്കൂട്ട് അവിയലെന്നൊക്കെ പറയാം കേട്ടോ. ഇങ്ങനെയൊന്നുമല്ല അവിയൽ വെക്കേണ്ടത്. നമ്മൾ തേങ്ങയും ജീരകവും പച്ചമുളകും 2 ചെറിയ ഉള്ളിയൊക്കെ ചതച്ച് അതിനോടുകൂടി തട്ടിപ്പൊത്തി വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ടേസ്റ്റാണ്. ഇതിപ്പം ഞാൻ ഉടായിപ്പ് കറി എന്നതൊക്കെ തന്നെ പറയാം. അതുകൊണ്ടാണ് ഒരു കുക്കിംഗ് വീഡിയോ ഒന്നും എനിക്ക് ചെയ്യാനറിയില്ല. പക്ഷേ ഞാൻ വെക്കുന്നത്, ഞാൻ എന്താണോ ഒരു ദിവസം കഴിക്കുന്നത് അതാണ് കാണിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഒരു അവിയൽ, ഒരു മീൻകറി, ഇതിനൊന്നും വലിയ എന്താ പറയുക, വലിയ എണ്ണയും കൂടി ഒഴിച്ച് ഇറക്കൂട്ടോ. വലിയ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊരു ചോറ് കഴിക്കാം. പിന്നെ അവിയലൊക്കെ എന്ന് പറഞ്ഞാൽ പച്ചക്കറിയൊക്കെ ആകുമ്പോൾ നല്ലതാവും. ഇതിപ്പോൾ ഇച്ചിരി ലൂസായിട്ടിരിക്കുകയാണ്. ഇങ്ങനെ അല്ല അവിയൽ വെക്കുന്നത്. ചില നാടുകളിലൊക്കെ മലപ്പുറത്തോട്ടോ കോഴിക്കോട് സൈഡിലോട്ടൊക്കെ തൈര് ഒഴിക്കും, കട്ട തൈരൊക്കെ. അതൊക്കെ നല്ല ഗുണമാണ്. നമ്മൾ വീട്ടിൽ ചെയ്യുന്നതെല്ലാം, നമ്മൾ കൈകൊണ്ട് ചെയ്ത് കഴിക്കുന്നതെല്ലാം നല്ലതാണ്. കുറച്ച് എഫേർട്ട് ഇടണം, അത്രേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് ഇപ്പം ഞാൻ എൻ്റെ അടുക്കള കാണിച്ചു തരികയാണ്. കാരണം ഇവിടെയെങ്കിലും ഒരു പാത്രങ്ങൾ പോലും ഞാൻ വെച്ചിട്ടില്ല ആവശ്യമില്ലാതെ. എപ്പോഴും നമ്മളിങ്ങനെ, ഇന്ന് കിട്ടിയ ഒരു കേക്കും കൂടിയാണ് കേട്ടോ ആ കപ്പ ബിരിയാണീൻ്റെ ഒപ്പം. അപ്പം ഇന്ന് നല്ലൊരു സൺഡേ ആയിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ എപ്പോഴും നമ്മൾ ക്ലീൻ ആക്കിയിട്ടാൽ നമ്മുടെ മനസ്സും അതുപോലെ ക്ലിയർ ആകും. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.